ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവം സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 46-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്: ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഇന്ന് ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ശാന്തമാകുക. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് ഓരോ മനുഷ്യൻ്റെയും ഹൃദയം കടൽ പോലെയാണ്. പലതരത്തിലുള്ള ആകുലതകളും ഉത്കണ്ഠകളും കൊണ്ട് നിറഞ്ഞ ഹൃദയം. മക്കളെ ഓർത്ത്, കുടുംബത്തിൻ്റെ പ്രാരാബ്ധത്തെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, പ്രായമായ മാതാപിതാക്കളെ ഓർത്ത്, ഭവനങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങളാകാം, തകർച്ചകളാകാം, കടബാധ്യതകളാകാം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മനസ്സ് ആകുലപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടും അസ്വസ്ഥതയിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ അറിയുക. എത്ര പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ച് വേദന അനുഭവിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, ദൈവത്തിന് അവിടെ ഇടപെടുവാനും ആ മേഖലയിൽ അനുഗ്രഹം വർഷിക്കുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുക. കാരണം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യൻ്റെ മുമ്പിൽ അസാധ്യമെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന പലതും ദൈവത്തിന് മുമ്പിൽ സാധ്യമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കണം. ദൈവം പറയുന്ന ഈ വചനം ഞാൻ കേൾക്കണം. എൻ്റെ ഹൃദയത്തിൽ ഞാനതിനെ സ്വീകരിക്കണം. സ്വീകരിക്കുക മാത്രമല്ല, ഞാനതേക്കുറിച്ച് ധ്യാനിക്കണം. ധ്യാനിക്കുക മാത്രമല്ല, ഞാനതിൽ വിശ്വസിക്കണം. ഞാനങ്ങനെ ആ വചനത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫലമണിയും. ആ ഫലം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിന് പാത്രമായി മാറ്റപ്പെടും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പലതരങ്ങളിൽ പല മേഖലകളിലും നമുക്ക് ശാന്തത നഷ്ടപ്പെട്ടു പോയെങ്കിൽ ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നുന്നതും ദൈവത്തിന് സാധ്യമാക്കി തരാൻ സാധിക്കും. നമുക്ക് വചനത്തിൽ വിശ്വസിക്കാം, വചനം ധ്യാനിക്കാം, വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനത്തിലൂടെ സംസാരിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പല മേഖലകളിലും ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണല്ലോ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന്. അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.